Hello, my dears. Welcome back to my channel Golden Sunrise 111. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നല്ലോ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. അപ്പോൾ പുതുവർഷം നല്ല കാര്യങ്ങളായിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഞാനിന്ന് ഈ ഒരു വർഷക്കാലം എന്നല്ല, ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലുടനീളം നമുക്ക് സന്തോഷവും സമാധാനവും സമ്പത്തും സമൃദ്ധിയും ഒക്കെ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ സ്വിച്ച് വേർഡ്സിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും നല്ലൊരു സ്വിച്ച് വേർഡായിട്ട് ഞാൻ ഗോൾഡൻ സൺറൈസ് എന്നുള്ള ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഉദിച്ചു വരുന്ന സൂര്യനെ മനസ്സിൽ കണ്ടുകൊണ്ട് വിശ്വാസപൂർവ്വം രാവിലെയും വൈകിട്ടും 11 തവണ പറയണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഒത്തിരി പേർക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും നല്ലൊരു സ്വിച്ച് വേർഡാണ് അത്. അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ നിത്യജീവിതത്തിൽ ഉതകുന്ന ഒത്തിരി സ്വിച്ച് വേർഡ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തായാലും കുറച്ച് നമുക്ക് അത്യാവശ്യം, അതായത് ഒരു കുടുംബം സന്തോഷമായിട്ട് പോകാനുള്ള കുറച്ച് ഘടകങ്ങളാണ്. ഒന്ന് സാമ്പത്തികം വേണം, ആരോഗ്യം വേണം, സമാധാനം വേണം, ടെൻഷനൊന്നും ഇല്ലാത്ത ജീവിതം വേണം, പിന്നെ മക്കൾ അത്യാവശ്യം നല്ല മക്കളായി വളരണം, നല്ലൊരു എന്താ പറയുക, അവർക്ക് നല്ലൊരു കഴിവുകളുണ്ടെങ്കിൽ ആ കഴിവുകൾ വിചാരിച്ച അത്രയും ഉയരത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റണം അല്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് അത്യാവശ്യ കാര്യങ്ങളുള്ള സ്വിച്ച് വേർഡുമായിട്ടാണ് ഇപ്പം ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ മക്കളിപ്പം ബോർഡ് എക്സാമും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ എഴുതാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്ത് ചില മക്കൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും, പക്ഷേ അവർ വിചാരിച്ച തലത്തിലോട്ട് അവർക്ക് എത്താൻ സാധിക്കുന്നില്ല. എന്തെങ്കിലും ഒന്നോ രണ്ടോ അങ്ങനെയൊക്കെ ആയിട്ട് മിസ്സിങ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള മക്കൾക്ക് അമ്മമാർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ്, അവർ നിത്യം കുടിക്കാനെടുക്കുന്ന വെള്ളത്തിനകത്ത് 108 തവണ നമ്മളമ്മമാർ ഇങ്ങനെ റീച്ച് ഫസ്റ്റ് റാങ്ക് ഡിവൈൻ അങ്ങനെ പറഞ്ഞിട്ട് ആ വെള്ളം മക്കൾക്ക് കുടിക്കാൻ കൊടുക്കുക. അവർക്ക് ചിലപ്പോൾ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക്, പ്രൊജക്റ്റ് ചെയ്യുന്ന അതിൻ്റെ ഇടയ്ക്ക്, അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ടതുകൊണ്ട് ഇതിനായിട്ടൊരു സമയം മാറ്റി വയ്ക്കാനുണ്ടാവില്ല. എന്നാൽ അമ്മമാർ അത്യാവശ്യം സമയം ഇരിക്കുന്ന സമയത്ത് അവർക്ക് കുടിക്കാനുള്ള വെള്ളത്തിനകത്ത് നമ്മളിങ്ങനെ പറഞ്ഞിട്ട് മക്കൾക്ക് കുടിക്കാൻ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അവരിലുണ്ടാവുന്ന ആ ഒരു ഓർമ്മക്കുറവ് അല്ലെങ്കിൽ എന്തോ ഒരു പൂർത്തിയല്ലായ്ക അതൊക്കെ മാറിയിട്ട് അവർ പൂർണ്ണരായി മാറുന്നതായിട്ട് കാണും. അപ്പോൾ പിന്നെ എന്തുവാണ്, നമ്മൾ എന്നും ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, എന്നും ഹെൽത്തി ആയിട്ടിരുന്നാലല്ലേ നമുക്ക് മനസ്സിനൊരു സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ എന്നും നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്നും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു സ്വിച്ച് വേർഡാണ് റീച്ച് ഹെൽത്തി ബി. എന്നും ആരോഗ്യത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് സമാധാനമാണ് അല്ലേ. നമ്മുടെ ഹെൽത്ത് ഈസ് വെൽത്ത് എന്നല്ലേ പറയണേ. അപ്പോൾ എന്നും നമ്മൾ ആരോഗ്യത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പകുതി ഭാഗം ടെൻഷൻ ഫ്രീ ആണ്. അപ്പോൾ അങ്ങനെ എന്നും ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് റീച്ച് ഹെൽത്തി ബി എന്നിങ്ങനെ നമ്മൾ റിപ്പീറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം സാമ്പത്തികം ഒരു വലിയ ഘടകമാണ് അല്ലേ. ഒരു നല്ലൊരു കുടുംബം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാമ്പത്തികം നല്ലൊരു ഘടകം തന്നെയാണ്. അപ്പോൾ പൈസ ഏത് വിധേന നമുക്കിപ്പോൾ നമ്മൾ പലർക്കും പൈസ കൊടുത്തു കാണും, അല്ലെങ്കിൽ നമുക്ക് അർഹതപ്പെട്ട പൈസ നമുക്ക് നമ്മളിലേക്ക് എത്താനായിട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ കാണും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള തടസ്സങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൈസയെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫൈൻഡ് കൗണ്ട് ഡിവൈൻ എന്നുള്ള സ്വിച്ച് വേർഡ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എവിടെയായാലും നമ്മളെ തേടി നമ്മളടുത്തോട്ട് പണം വരും എന്നുള്ളതാണ്. പിന്നെ എന്നും ടെൻഷനായിട്ടിരിക്കുക, ആവശ്യമില്ലാണ്ട് കുറേ ടെൻഷനായിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും. നിസ്സാര കാര്യത്തിനൊക്കെ ടെൻഷൻ അടിക്കുന്നുണ്ടാവും. പിന്നെ അനാവശ്യമായിട്ട് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ഇനി എന്ത് വരും എന്നുള്ള ആ ഒരു ടെൻഷൻ കൊണ്ട് ഇവർ വെറുതെ അസ്വസ്ഥരായിട്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള മനസ്സൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്ലഫ് എന്നുള്ള സ്വിച്ച് വേർഡ് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. BLUFF. അത് നമ്മൾ എഴുതുകയാണെങ്കിലും നല്ലതാണ് കേട്ടോ. എഴുതുകയാണെങ്കിലും നമുക്കതിൻ്റെ നല്ലൊരു ഇത് കിട്ടും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം പലരും കണ്ടിട്ടുണ്ട്, ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യണം അല്ലെങ്കിൽ തുടങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളത് എന്തോ നമ്മുടെ ഒരു അലസത കൊണ്ടാണോ അങ്ങനെ നീണ്ടു പോകുന്നതായിട്ട്, അത് നമ്മൾ തുടങ്ങാനായിട്ട് നമുക്ക് പറ്റുന്നുമില്ല, നമ്മൾ ആവശ്യമില്ലാണ്ട് അതങ്ങ് നീണ്ടു പോകുന്ന പോലെ നമുക്ക് തോന്നുന്നല്ല, നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. പല കാര്യങ്ങളും തുടങ്ങാനൊരു സ്റ്റാർട്ടിങ് ട്രബിൾ, നമുക്ക് എങ്ങനെയായാലും അത് തുടങ്ങാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ വിചാരിച്ച കാര്യം ആ വിചാരിച്ച സമയത്ത് തുടങ്ങാനായിട്ട് ഡു എന്നുള്ള ഒരു സ്വിച്ച് വേർഡാണ് നമ്മൾ എന്നും യൂസ് ചെയ്യേണ്ടത്. ആ ഡു എന്നുള്ള സ്വിച്ച് വേർഡ് ഉപയോഗിക്കുമ്പോഴത്തേനും നമുക്ക് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചം നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ആ സംഭവം നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ,
പെട്ടെന്ന് നമുക്ക് എന്തുവാണ് ഒരു മിറാക്കിൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കണം. അപ്പം അതായത് സഡൻലി ഉള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വുൾഫ് മാജിക് ബിഗിൻ നൗ അങ്ങനെ പറയാം. അപ്പോൾ ആ ഒരു സ്വിച്ച് വേർഡ് പറയുമ്പോഴത്തേനും വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വുൾഫിൻ്റെ അത്രയും ഫാസ്റ്റായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അപ്പം എന്തുവാണ് ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സ് നമുക്ക് പെട്ടെന്നുണ്ടായിട്ട് നമ്മുടെ ഓരോരോ കാര്യങ്ങളും പെട്ടെന്ന് നടക്കുന്നതായിട്ട് നമുക്ക് അതൊക്കെ ഫീൽ ചെയ്ത് അറിയാൻ പറ്റുന്ന കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് പിന്നെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ നിത്യമായിട്ട് വരുന്ന കുറേ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാവും. നമ്മളെന്നും ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുകയും ചെയ്യും കേട്ടോ. അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ കുറച്ച് സ്വിച്ച് വേർഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നിരവധി കാര്യങ്ങൾ ഉണ്ട് സ്വിച്ച് വേർഡ്സ്. അപ്പം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അത്യാവശ്യം നമുക്ക് വേണ്ട കാര്യങ്ങളെങ്കിലും നമ്മൾ ശ്രദ്ധയോടുകൂടി ഫോളോ ചെയ്തിട്ട് എന്നും നമുക്ക് സന്തോഷമായിട്ട് ഇരുന്നൂടെ. കാര്യം ഇതൊന്നും ഒരു ചിലവില്ലാത്ത കാര്യമല്ലേ. നമ്മളിപ്പോൾ അനാവശ്യമായിട്ട് വാക്കുകളെടുത്ത് മോശം കാര്യത്തിന് ഉപയോഗിക്കുന്ന നമ്മുടെ നാവിനെ എടുത്ത് മോശം കാര്യത്തിന് ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആവശ്യമുള്ള കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ ബ്ലെസ്സിങ്സ് മൊത്തം നമ്മുടെ ലൈഫിലേക്ക് എന്നും കൊണ്ടുവരാനായിട്ടാണ് ഈ സ്വിച്ച് വേർഡ്സ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഏറ്റവും ദൈവത്തിൻ്റെ ആ ഒരു അനുഗ്രഹം നമ്മളിലേക്ക് ഉണ്ടാവാനായിട്ട് നമ്മൾ മനസ്സിനെ ശാന്തമായിട്ട്, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ദൈവമേ എനിക്ക് ആ ഒരു കാര്യം നടന്ന് കിട്ടണമേ എന്ന് വിചാരിക്കുന്ന സമയത്ത് ഡിവൈൻ എന്നുള്ള സ്വിച്ച് വേർഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ശാന്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം നീങ്ങി, തടസ്സങ്ങളെല്ലാം നീങ്ങി ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സ് നമ്മളിലോട്ട് വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഇന്നിപ്പം കുറച്ച് സ്വിച്ച് വേർഡ്സ് നമ്മുടെ നിത്യജീവിതത്തിൽ വേണ്ട കുറച്ച് സ്വിച്ച് വേർഡ്സിനെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വിശ്വാസപൂർവ്വം ചെയ്തു നോക്കുക. ഈ ഒരു വർഷക്കാലം അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലുടനീളം എല്ലാവർക്കും എല്ലാ ബ്ലെസ്സിങ്സും ഉണ്ടാവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സർവ്വ ഐശ്വര്യങ്ങളോടും കൂടി ജീവിക്കട്ടെ. ഈ കുഞ്ഞു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. എൻ്റെ ചാനലിലുള്ള അഭിപ്രായം, ഞാനിടുന്ന വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കെ, ബൈ, താങ്ക്